ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. ഡ്യൂക്ക് എംഎൽഎയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ മാസമല്ല, 2 മാസമായിട്ടുണ്ടാവും ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. കാരണം ഞാൻ ഫുള്ള് ഷോർട്ടാണ് ചെയ്യാറ്. കാരണം ഫുള്ള് ഷോർട്സ് ചെയ്യുമ്പോൾ ഒന്നാമത് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ടൈം ഉണ്ടാവില്ല. കാരണം 10 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സിന് ചിലപ്പോൾ ഞാൻ 9:30 എണീറ്റായിരിക്കും ഓടിപ്പോകുന്നത്, സൈക്കിൾ ചവിട്ടി ഓടി പോകുന്നത്. അപ്പോഴത്തേക്കും ഒരു ലോങ് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ തലേദിവസം കടന്നുറങ്ങുമ്പോൾ ആലോചിക്കും കേട്ടോ, വീഡിയോ എടുക്കണം, നാളെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. പിന്നെ മൂഡ് പോവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വർക്ക്, സ്ട്രെസ്, യൂണിവേഴ്സിറ്റി പോക്ക്, അവിടുത്തെ ഒഫീഷ്യൽസിനെ കാണല്, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ള സംസാരം, സ്റ്റുഡൻസിൻ്റെ പാരൻസ് ആയിട്ടുള്ള ഡിസ്കഷൻ, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു ഇതാണ്ട് വിട്ടു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്രീ ആയി. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആസ് യു ഓൾ നോ, ഞാൻ ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റിയുടെ ഡിജിറ്റൽ അംബാസഡറാണ് ഇന്ത്യൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന സ്റ്റുഡൻസ്, യു കെയിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാർ കുറേ പേര് എനിക്ക് അയക്കുന്ന ഒരു മെസ്സേജാണ്, ചേട്ടാ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരാൻ നിൽക്കുന്നുണ്ട്, സോ എന്താണ് കറണ്ട് സിറ്റുവേഷൻ, പഠിച്ചുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു 2-3-4 മിനിറ്റിൻ്റെ വോയിസ് അടിച്ച് ഇങ്ങനെ മടുത്തു. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് വരുന്ന കോൾസ് ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഒക്കെ നമ്പേഴ്സ് എൻ്റെ നമ്പർ കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെ കൊടുത്ത് മടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സ്റ്റുഡൻസ് എല്ലാം ചോദിക്കണമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എനിക്കൊരു സ്റ്റഡി അബ്രോഡ് ഏജൻസി ഉണ്ട്, ഇന്റലക്ട് സ്റ്റഡി അബ്രോഡ് എന്നാണ്. നമുക്ക് കേരളത്തിൽ 2 ഓഫീസുണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് കേംബ്രിഡ്ജിൽ നമുക്ക് ഓഫീസുണ്ട്, ജോർജിയ, തിബ്ലിസി ജോർജിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവിടെ നമുക്ക് ഓഫീസുണ്ട്. പിന്നെ നമുക്ക് ദുബായിൽ നമുക്ക് ഓഫീസുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്റ്റഡി ഇൻ UK, യൂറോപ്പ്, ജോർജിയ, ഈ 3 സ്ഥലങ്ങളാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. UK നമ്മൾ ബാച്ചിലേഴ്സ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്, PhD പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്, മാസ്റ്റേഴ്സ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ബേസിക്കലി ഞാൻ ചെയ്യാൻ പോകുന്നത് നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതായത് BSc അഡൾട്ട് നഴ്സിംഗ് എടുക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. A to Z ഉള്ള പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റി, ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ്. ഈ യൂണിവേഴ്സിറ്റിനെ പോലെ തന്നെ ആയിരിക്കും ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയുടെ നഴ്സിംഗ് കോഴ്സസ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും സ്പെസിഫിക്കലി ARയിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആരെങ്കിലും ARയിലേക്ക് അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓൾ ഓവർ 29 യൂണിവേഴ്സിറ്റീസാണ് UK നമുക്ക് ഡയറക്റ്റ് കോൺട്രാക്റ്റ് ഉള്ളത്. അതിലൊരു ഡയറക്റ്റ് കോൺട്രാക്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റി. A to Z ഉള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ നോക്കും. സാധാരണ ഒരു ഏജൻസി പോലെയല്ല. സാധാരണ ഒരു ഏജൻസി നിങ്ങൾക്ക് ഏജൻസി സ്കോളർഷിപ്പ് തരാറില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 1000 പൗണ്ടോ 2000 പൗണ്ട് സ്കോളർഷിപ്പ് തരാറുള്ളൂ. പക്ഷെ നമ്മൾ എങ്ങനെ പോയാലും മാക്സിമം 4000 to 5000 പൗണ്ട്, 5 ലക്ഷം 6 ലക്ഷം രൂപയോളം നമ്മൾ ഇന്ത്യൻ റുപ്പീസ് സ്കോളർഷിപ്പ് വാങ്ങി കൊടുക്കും. അതുകൂടാതെ തന്നെ നമ്മൾ ഇന്റലക്ട് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജൻസിയുടെ സ്കോളർഷിപ്പ് ഉണ്ടോ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 month ഫ്രീ അക്കോമഡേഷനോ അല്ലെങ്കിൽ ഒരു ഫ്രീ ലാപ്ടോപ്പോ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചെക്കൗട്ട് ഗൈസ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്നാൽ കൊടുക്കുന്നത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ BSc അഡൾട്ട് നഴ്സിംഗ് ഇൻ UK ARയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർ കുറേ പേര് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യമാണ് ഇംഗ്ലീഷ്, അതായത് IELTS ഇല്ലാണ്ട് വരാൻ പറ്റുമോ എന്നുള്ളത്. ബേസിക്കലി കേസ് നിങ്ങൾക്ക് IELTS ഇല്ലാണ്ട് വരാൻ പറ്റും. കാരണം +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ BSc അഡൾട്ട് നഴ്സിംഗിന് വരിക. അപ്പോൾ നിങ്ങൾക്ക് +2 ഇംഗ്ലീഷിൽ ARനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 70% മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിനുണ്ടെങ്കിൽ, അതായത് CBSE ആണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും 70% മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTS വേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊരു ചോദ്യമാണ്, IELTS ഇല്ലാണ്ട് വരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ ആണ് പറയുന്നത്. 70% മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്, മിനിമം 70% മാർക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കണം കേട്ടോ ഇംഗ്ലീഷ്. 70% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTS വേവ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിസ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. വിസ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെന്ന് പറയുകയാണെന്ന് വിചാരിക്കും. നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങളുടെ A to Z ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യും. 10th +1 +2, ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ്, ഇയർ ഗ്യാപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എവിഡൻസുകളൊക്കെ നമ്മൾ വാങ്ങും. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻ കൊടുക്കും. നിങ്ങൾക്ക് ഓഫർ ലെറ്റർ യൂണിവേഴ്സിറ്റിൻ്റെ ഒഫീഷ്യൽ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആര് ത്രൂ പ്രൊവൈഡ് കൊടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ മെയിൽ ID നിന്നായിരിക്കും നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരിക കേട്ടോ. സോ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഓഫർ ലെറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോൺ ആയാലും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാം. പിന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാർക്ക് ഗവൺമെൻറ് കുറച്ച് ലോൺ സ്കീംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ARU ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്തായ ഒരു യൂണിവേഴ്സിറ്റി കേട്ടോ. അതായത് ആ ഗവൺമെൻറ് കൊടുക്കുന്ന ലോൺ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസിൽ ARU ഒരു ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോൺ കൊടുക്കണമെങ്കിൽ ലോണിന് കൊടുക്കാം, അതല്ലെങ്കിൽ ബാക്കി പ്രൊസീജിയേഴ്സായിട്ട് ഫോർവേഡ് ചെയ്യാം.
അപ്പോൾ ഫസ്റ്റത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, ഓഫർ ലെറ്റർ നിങ്ങൾ കളക്ട് ചെയ്യാം. ഈ ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ARUവിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ഈ ഓഫർ ലെറ്റർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യണം. ഈ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 4000 പൗണ്ട്, ഏകദേശം 4,30,000 രൂപയോളം ഏകദേശം വരുന്നത് കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പി 4,30,000 രൂപ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലേക്ക് അയക്കണം. ഈ യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, നിങ്ങൾ അവിടുത്തെ സീറ്റ് എൻറോൾ ചെയ്തു എന്നാണ് അർത്ഥം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ ഈ ക്യാഷ് അയക്കും, യൂണിവേഴ്സിറ്റിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരുമോ, അങ്ങനെ അയക്കുക എന്നുള്ളത്. യൂണിവേഴ്സിറ്റി ഒരിക്കലും യൂണിവേഴ്സിറ്റിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പുറത്ത് കൊടുക്കാറില്ല. UK പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രം UK പൗണ്ട് ടു പൗണ്ട്, അതായത് UK നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാറുള്ളൂ. ഇന്ത്യയിൽ നിന്ന് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലൈ വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. ഈ ഫ്ലൈ വയർ എന്നൊരു നെറ്റ്വർക്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലൈ വയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ത്രൂ പോകുമ്പോൾ നമ്മൾ A to Z, നമ്മൾ ഇൻ്റർ സ്റ്റഡി അബ്രോഡ് വഴിയാണ് നിങ്ങൾ പോകണമെങ്കിൽ A to Z കാര്യങ്ങൾ ഫുള്ളും ഞങ്ങൾ നോക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. നമ്മൾ ഒരു പൈസയും നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങാറില്ല. ചില ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, ചില ഏജൻസിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ SOP എന്ന് പറയുന്ന സംഭവമുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്. നിങ്ങൾ എന്തിനാ അവിടെ ചെല്ലുന്നു, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസി ചില സ്റ്റുഡൻസിന് 500 to 1000 രൂപ വാങ്ങുന്നത്. പക്ഷേ നമ്മളതൊന്നും വാങ്ങില്ല. നമ്മളെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഞങ്ങൾ നിങ്ങൾക്കാണ് അങ്ങോട്ട് പൈസ തരുന്നത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് പൈസ തരുന്നില്ല. സോ ഈ ഫ്ലൈ വയർ ത്രൂ ആയിരിക്കും നിങ്ങൾ പൈസ അടയ്ക്കുക. അത് അപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം നിങ്ങൾക്ക് USD, അതായത് INR USDയിലേക്കോ INR പൗണ്ടിലേക്കോ ആക്കിയിട്ട് ഒരു 2 to 3 days മിനിമം പിടിക്കും ഈ ഇനീഷ്യൽ എമൗണ്ട് ഫ്ലൈ വയർ. ഇപ്പം നിങ്ങൾ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫ്ലൈ വയറിന് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 2 days കൊണ്ട് ഉള്ളൂ ഇവിടെ യൂണിയിൽ എത്തുള്ളൂ. ബട്ട് നിങ്ങൾ വൺസ് ആ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസീപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അപ്പം തന്നെ കിട്ടും. ആ പേയ്മെൻറ്റ് ചെയ്ത റിസീപ്റ്റ് നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിന് ഫോർവേഡ് ചെയ്യും. അപ്പം നമുക്ക് ക്യാഷ് ഷീൽഡ് എന്നൊരു സംഭവം നമുക്ക് ഓപ്പൺ ആക്കി തരും. ഈ ക്യാഷ് ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ്, അതായത് ഈ CAS ആണ് നമ്മുടെ ഒഫീഷ്യൽ സ്പോൺസർ ഇൻവൈറ്റേഷൻ ലെറ്റർ. നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ്. സോ നമ്മുടെ സ്പോൺസർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഈ CAS നമുക്ക് കിട്ടണം. ഈ CAS കിട്ടണമെങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഇപ്പോൾ വർക്ക് വിസ എടുക്കാൻ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ COS ആയിരിക്കും, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. ഇത് CAS, സ്റ്റുഡൻസിന് CAS ആയിരിക്കും, ജോലിക്കാർക്ക് COS ആയിരിക്കും. അപ്പോൾ ഈ ക്യാഷ് ഷീൽഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തല്ലോ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, അതായത് 10th +2 ഡോക്യുമെൻറ്റ്സ് കൊടുത്തല്ലോ, അത് നമ്മൾ ക്യാഷ് ഷീൽഡ് നമ്മൾ വീണ്ടും കൊടുക്കണം. അതായത് ഒക്കെ തന്നെ കോപ്പി കൊടുത്താൽ മതി കേട്ടോ. 10th +2, പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവുമല്ലോ, TC, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പിന്നെ MOA, പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ, LOR, അങ്ങനത്തെ കുറേ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സ്കൂളിൽ നിന്ന് നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ക്യാഷ് ഷീൽഡിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് TB, അതായത് ട്യൂബർക്കുലോസിസ് സർട്ടിഫിക്കറ്റ്. അതായത് ഈ TB നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന ആകെ 2 ഹോസ്പിറ്റലുകളുള്ളൂ. ഒന്ന് അമൃത, കൊച്ചിയിലുള്ള അമൃത ഹോസ്പിറ്റലും, പിന്നെ അതുപോലെ തിരുവനന്തപുരത്തുള്ള കിംസ് ഹോസ്പിറ്റലിലാണ് TB ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് ഏകദേശം എനിക്ക് തോന്നുന്നത് 5000 രൂപ എന്താണ് ചിലവ് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയാം 5000 രൂപ എന്തൊക്കെയാണ്, ഞങ്ങളുടെ സമയത്ത് 5000 ആണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. സോ ഈ TB ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ക്യാഷ് ഷീൽഡിൽ. ഇതിനൊക്കെ മുന്നേയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ കാര്യം ആളുകൾ ചോദിക്കുന്നത് ഷോ മണി എന്നൊരു സംഭവം. ഷോ മണി നമുക്ക് ARUവിൽ FT അക്സെപ്റ്റഡ് അല്ല. അതായത് നമുക്ക് 28 ഡേയ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കണം. ഈ 28 ഡേയ്സ് എന്താ കാണിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊല്ലത്തെ നമുക്ക് 3 കൊല്ലത്തെ കോഴ്സാണല്ലോ, അതിൽ നമ്മൾ 1 കൊല്ലത്തെ നമ്മൾ ട്യൂഷൻ ഫീസ്, അതായത് സ്കോളർഷിപ്പ് കട്ട് ചെയ്തിട്ടുള്ള ട്യൂഷൻ ഫീസ്. ഇപ്പം നിങ്ങൾക്ക് 13 ലക്ഷം രൂപയാണ് ഒരു കൊല്ലം, അല്ലെങ്കിൽ 15 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഒരു കൊല്ലം ഫീസ് വരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2000 പൗണ്ട് സ്കോളർഷിപ്പ് കിട്ടും, ചിലപ്പോൾ 5000 പൗണ്ട് സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ ഈ 15,000-ൽ 5000 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,000 പൗണ്ട്, 10 ലക്ഷം രൂപ വരും എന്ന് വിചാരിക്കും. 10 ലക്ഷം രൂപയും പിന്നെ അതിന് കൂടെ തന്നെ നിങ്ങൾ ഒരു കൊല്ലത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് 2 ഇതുണ്ട്. അതായത് നമുക്ക് ഇന്നർ ലണ്ടനുണ്ട്, ഔട്ടർ ലണ്ടൻ, 2 സോൺസ് ഉണ്ട് UK-യിൽ. അതിൽ ഇന്നർ ലണ്ടൻ എന്ന് പറഞ്ഞാൽ ലണ്ടൻ്റെ ഉള്ളിൽ വരുന്ന ഏരിയാസാണ്. അവിടെ നമുക്ക് ലിവിങ് എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും കമ്പയറിങ് നമുക്ക് ബാക്കിയുള്ള സോണുകളിൽ. ഇപ്പം നമ്മളെ മാർച്ച് ഇൻടേക്ക് ആണല്ലോ ഇപ്പം അടുത്ത നമുക്ക് ARU അഡ്മിഷൻ നഴ്സിംഗ് വരുന്നത്. ഈ മാർച്ച് ഇൻടേക്ക് അഡ്മിഷൻ എടുക്കുന്നത് ഇവിടെ കേംബ്രിഡ്ജിലുള്ള യൂണിവേഴ്സിറ്റി ARUവിൻ്റെ ക്യാമ്പസിലാണ്. അപ്പോൾ ഈ കേംബ്രിഡ്ജ് ഔട്ടർ ലണ്ടനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കമ്പയറിങ് ഇന്നർ റേറ്റ് കുറവാണ്, ഏത് ലിവിങ് എക്സ്പെൻസ്. സോ 900 and സംതിങ് ആണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് ഔട്ടർ ലണ്ടനിൽ 1 month ലിവിങ് കോസ്റ്റ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 1 ഇയറിൻ്റെ ലിവിങ് എക്സ്പെൻസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 12 മാസത്തെ ലിവിങ് എക്സ്പെൻസ് കാണിക്കണം, പക്ഷെ അല്ല, 9 മാസത്തെ ലിവിങ് എക്സ്പെൻസ്, അത് 900 and സംതിങ് ഇൻറ്റു
9, അത് ഏകദേശം 9,000 അതോ 10,000 പൗണ്ട്, ഏകദേശം 10 ലക്ഷത്തിന് സംതിങ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1 ഇയർ ലിവിങ് എക്സ്പെൻസും അതുപോലെ 1 ഇയറിന് ട്യൂഷൻ ഫീസും നിങ്ങൾ ഷോ മണി ആയിട്ട് 28 ഡേയ്സ്, അതായത് നിങ്ങൾ ഓൺ ഫണ്ടിങ് ആണെങ്കിൽ 28 ഡേയ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്യാഷ് ഷീൽഡിൽ നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ഈ ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു കാരണം ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടുള്ളൂ. നമുക്ക് ക്യാഷ് കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടണം. സോ അതാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ്. അത് 28 ഡേയ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സെൽഫ് ഫണ്ടിങ് ആണെങ്കിൽ മാത്രം മതി കേട്ടോ. പിന്നെ ARUവിൽ FD ആക്സെപ്റ്റഡ് അല്ല. ARU അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സന്ദർലാൻഡ് എന്നുകൊണ്ട് വേറെ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ 2 യൂണിവേഴ്സിറ്റിയിലും FD ആക്സെപ്റ്റഡ് അല്ല. കുറേ പേര് FD സർട്ടിഫിക്കറ്റ് അയച്ചു തരും, പണ്ട് പാരൻസ് കിട്ടുവെച്ചാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ആക്സെപ്റ്റഡ് അല്ല. സ്റ്റേറ്റ്മെൻറ്റ് സേവിങ്സ് തന്നെ വേണം. അതല്ലെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോണാണ്. കുറച്ച് സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് വരാറുള്ള ആൾക്കാരുണ്ട്. എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ നമുക്ക് 28 ഡേയ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമില്ല. എഡ്യൂക്കേഷൻ ലോണിൻ്റെ ലെറ്റർ ബാങ്ക് നമുക്ക് തരും. ആ ലെറ്റർ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. കാരണം ലോണാന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യലിൻ്റെ ഭാഗം നമ്മൾ ക്ലിയർ ആയി. അങ്ങനെ നമ്മൾ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, TB റെക്കോർഡ്, പിന്നെ നമ്മൾ എഡ്യൂക്കേഷണൽ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ലേഷൻ. ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷൻ ഉണ്ടാവും. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ കേരള സർക്കാർ സർട്ടിഫിക്കറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മലയാളം പ്ലസ് ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ടായിരിക്കും അത് ഫുള്ളി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. കാരണം നമ്മൾ ബ്രിട്ടനിലേക്ക് ഇംഗ്ലീഷ് നാട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. UK ഗവൺമെൻറ്റാണ് നമുക്ക് വിസ ഗ്രാൻഡ് ചെയ്ത് തരുന്നത്. സോ UKയിലുള്ള ആൾക്കാർക്ക് കേരള സർക്കാർ എന്താണെന്നൊന്നും അറിയില്ല. സോ അവർക്ക് വായിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന്, നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ചെറിയ പേയ്മെൻറ്റേ വരുന്നുള്ളൂ. അത് 3 to 4-5 ദിവസം പിടിക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ. രണ്ടാമത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി മെത്തേഡ് എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് പുറത്ത് നോട്ടറീൻ്റെ അടുത്ത് പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. നോട്ടറീൻ്റെ ലെറ്റർ പാഡിൽ അടിച്ച് സീലടിച്ച് തരുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് ഏകദേശം ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ഓരോ അഡ്വക്കേറ്റ്സ് വാങ്ങുന്ന റേറ്റ് വ്യത്യാസമായിരിക്കും. നോട്ടറിൻ്റെ നമ്മൾ എന്തായാലും പോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഫണ്ടിങ് ആണെങ്കിൽ, അതായത് നമ്മളെ പാരൻസ് ആണ് നമ്മളെ ലെറ്റർ നമുക്ക് ഫണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ഓഫ് അഫിഡവിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കാനുണ്ട്. നമ്മളുടെ പാരൻസ് ആണ്, എൻ്റെ ഫാദറാണ് എൻ്റെ പഠനത്തിന് ചിലവിന് വേണ്ടി എല്ലാം നോക്കുന്നത്. എൻ്റെ ഫാദറിന് അല്ലെങ്കിൽ എൻ്റെ പാരൻസിന് ഇങ്ങനെ ബിസിനസ് ഉണ്ട്, അവിടെ ഇത്ര റവന്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റർ, സപ്പോർട്ട് ഓഫ് അഫിഡവിറ്റ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ നമ്മൾ ഉണ്ടാക്കണം. പിന്നെ അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷൻ നമുക്ക് ആവശ്യം വരും. പിന്നെ നമുക്ക് വരുന്ന ഒരു സംഭവമാണ് 1 and same അഫിഡവിറ്റ്. അത് എല്ലാവർക്കും വേണമെന്നില്ല, ചിലർക്ക് വേണം. അതെങ്ങനെ ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അപ്പോൾ ഇൻ കേസ് ഞാൻ പറയാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആലോചിക്കട്ടെ, നിങ്ങളുടെ ആധാർ കാർഡിൽ ഇപ്പോൾ എൻ്റെ പേര് മിഥുൻ ആശാരിപ്പറമ്പിൽ മുത്തു എന്നാണ് എൻ്റെ പാസ്പോർട്ട് ഉള്ളത്. മിഥുൻ ആശാരിപ്പറമ്പിൽ മുത്തു എന്നാണ് എൻ്റെ പാസ്പോർട്ട് ഉള്ളത്. പക്ഷെ ഞാൻ ഇന്ത്യൻ സിറ്റിസണാന്ന് തെളിയിക്കുന്ന വേറെ കാർഡ് എൻ്റെ അടുത്തുണ്ട്, ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ട്. ആധാർ കാർഡ് എന്തായി, ഈ ആശാരിപ്പറമ്പിൽ മുത്തു എന്നുള്ളത് സ്മോൾ, അതായത് ഷോർട്ടഡാ, അതായത് AM എന്നുള്ളൂ. മിഥുൻ AM എന്ന ആധാർ കാർഡിലും മിഥുൻ ആശാരിപ്പറമ്പിൽ മുത്തു എന്ന പാസ്പോർട്ടിലും നമ്മൾ ഈ 2 സാധനവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിസയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് ഡൗട്ട്, അതായത് മിഥുൻ AM-ഉം, അത് UK ഗവൺമെൻറ്റിന് കേട്ടോ, മിഥുൻ AM-ഉം മിഥുൻ ആശാരിപ്പറമ്പിൽ മുത്തും ഒരാളാണെന്ന് തെളിയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 and name സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് നോട്ടറി അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ അടുത്തൊക്കെ നോട്ടറി 500 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഓരോരുത്തർക്കും അറിയുന്ന ആൾക്കാരെങ്കിൽ റേറ്റ് വ്യത്യാസമായിട്ട് വരും. ഈ 1 and name സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷനും സപ്പോർട്ട് ഓഫ് അഫിഡവിറ്റും എല്ലാം നമുക്ക് നോട്ടറി അടുത്ത് ചെന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മളെ ക്യാഷിൽ, അതായത് ഈ നമ്മളെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, നമ്മൾ ബർത്ത്, 1 and same അഫിഡവിറ്റ്സ്, പിന്നെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ട്യൂബർകുലോസിസ്, TB റിപ്പോർട്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ക്യാഷ് ഷീൽഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ക്യാസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ ക്യാസ് ഇൻ്റർവ്യൂവിന് ശേഷം നമ്മൾ ക്യാസ് പാസ്സായില്ലേ എന്ന് അറിയുള്ളൂ. മിക്ക ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം ഇൻ്റർവ്യൂ ഫെയിലായി എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം ഞാൻ വന്ന സമയത്തൊക്കെ നമുക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു, അതായത് സ്കൈപ്പിലൂടെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ AI ബേസ്ഡ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും AI ആയിരിക്കും മാർക്ക് ഇടുന്നതെന്ന്. അല്ല, AI ക്വസ്റ്റ്യൻസ് ചോദിക്കാനും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ്ലി മാർക്കിങ് ചെയ്യുന്നത് ഇവിടെ UKയിലുള്ള യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ് ആണ്, ഇൻ്റർനാഷണൽ ഓഫീസിലുള്ള ആൾക്കാരാണ് കംപ്ലീറ്റ്ലി മാർക്ക് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഇപ്പം നമ്മൾ ഏജൻസി ത്രൂ ആണ് നിങ്ങൾ ഫ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
കംപ്ലീറ്റ് അസിസ്റ്റൻസ്, അതായത് നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളെ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ്, ഇൻ്റർവ്യൂവിന് മുന്നിലുള്ള മോക്കുകളൊക്കെ നമ്മൾ കൊടുക്കും. അതുകൂടാണ്ട് തന്നെ നമ്മൾ AR ഇന്ത്യൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയും നിങ്ങൾക്ക് ഞങ്ങൾ മോക്ക് നിങ്ങൾ റെഡിയാക്കി തരുന്നുണ്ട്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഓക്കെ ആയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ നിങ്ങളെ മെയിൻ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ ഇരുത്തിക്കുകയുള്ളൂ. സോ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ പാസ്സായി നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ക്യാസിൻ്റെ ഷീറ്റ്, അതായത് സ്പോൺസർഷിപ്പ് ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ മെയിൽ ഐഡിയിലേക്ക് വരും. ഈ ഒരു മെയിൻ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ വിസയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിസയ്ക്ക് ഡേറ്റ് എടുക്കണം, ഇൻഷുറൻസ് എടുക്കണം, ഡേറ്റ് എടുക്കണം, പിന്നെ അതുപോലെ വിസയുടെ എമൗണ്ട് ഉണ്ട്. അപ്പോൾ വിസേൻ്റെ എമൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസയ്ക്ക് ഏകദേശം 55,000 എന്താണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ കണക്കത്തെ റേറ്റ്. പിന്നെ ഇൻഷുറൻസ് എമൗണ്ട് ഞാൻ വന്ന സമയത്ത് 800 or 700 എന്തെങ്കിലും ഇയറിന് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ 1000-ന്റെ മേലെ ഉണ്ട്. അതായത് പൗണ്ട്സ് ഞാൻ പറയുന്നത് കേട്ടോ. 1000 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 1 lakhന് മേലെ INR വരുന്നുണ്ട്. സോ അത് നിങ്ങൾ എത്ര കൊല്ലത്തേക്കാണ് നിങ്ങളുടെ വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കൊല്ലത്തേക്കുള്ള നിങ്ങൾ അടയ്ക്കണം. 3 കൊല്ലത്തേക്കാണെങ്കിൽ ആ 3 കൊല്ലത്തേക്കുള്ള ഈ 1000 പൗണ്ട് വെച്ചിട്ട് 3 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അത് പേ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കുള്ള വേറെ ഓപ്ഷനാണ് നിങ്ങളെ വിസ എങ്ങനെ കിട്ടണം എന്നുള്ളത്. നമ്മൾ പാസ്പോർട്ട് VFS കൊണ്ട് കൊടുക്കില്ല. നമ്മൾ അടുത്തുള്ള കൊച്ചിയാണ്, കേരളത്തിലെ ആൾക്കാർക്ക് കൊച്ചി VFS ആണ് അടുത്തുള്ളത്, പിന്നെ ബാംഗ്ലൂർ VFS ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വിസ നമ്മളെ കയ്യിൽ കിട്ടണമല്ലോ. നമുക്ക് 3 തരം വിസ ഉണ്ട്. സ്റ്റാൻഡേർഡ് വിസ ഉണ്ട്, പ്രയോറിറ്റി വിസ ഉണ്ട്, സൂപ്പർ പ്രയോറിറ്റി വിസ ഉണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് വിസ കൊടുത്തു കഴിഞ്ഞാൽ 20 to 30 days ആണ് അവർ പറയുന്ന സമയം. ബട്ട് അത് നമുക്ക് ചിലപ്പോൾ നേരത്തെ വരാനും ചാൻസ് ഉണ്ട്, ലേറ്റായിട്ട് വരാനും ചാൻസ്. നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനനുസരിച്ചിരിക്കും. ഈ ഡിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് വിസ അപ്രൂവ് ആയില്ലേ എന്നുള്ളൊരു മെയിൽ വരുന്നതാണ് ഡിസിഷൻ. പിന്നെ വിസ അടിച്ച് വരണമല്ലോ നമ്മളെ പാസ്പോർട്ടിൽ, അതാണ് നമ്മളെ മെയിൻ സംഭവം. രണ്ടാമത്തെ നമുക്ക് പ്രയോറിറ്റി വിസ ഉണ്ട്. ഈ പ്രയോറിറ്റി വിസ എന്ന് പറഞ്ഞാൽ 5 to 7 days ആണ് ഇത് എടുക്കുന്ന സമയം, ഡിസിഷൻ എടുക്കുന്ന സമയം. അതെന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ 7 daysന് മേലെ എടുക്കാം. ബട്ട് ഇതിന് പേയ്മെൻറ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നത് 50,000 to 60,000 ഉള്ളിൽ ഏകദേശം ആ ഒരു വിസയ്ക്ക് റേറ്റ് വരുന്നുണ്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രയോറിറ്റി വിസയാണ്. അതായത് 24 to 48 hours നിങ്ങൾക്ക് ഡിസിഷൻ വരും, നിങ്ങൾക്ക് മെയിൽ വരും, നിങ്ങൾ വിസ അപ്രൂവ് ആയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതിന് ഏകദേശം 1 lakh സംതിങ് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷിന് കൊടുത്ത അതേ ഡോക്യുമെൻറ്റ്സ് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ മെയിൻ ഇവിടെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ VFS കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കൊടുക്കണം. പിന്നെ UKVI, അതായത് UK ഗവൺമെൻറ് നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. ഒരിക്കലും മക്കളെ നിങ്ങൾ ഫോൾസ് ഡോക്യുമെൻറ്റേഷൻ കൊടുക്കരുത്. അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഫോൾസ് ഡോക്യുമെൻറ്റേഷൻ കൊടുക്കരുത്. കാരണം നിങ്ങൾ മാർക്ക് മാറ്റിയെടുക്കരുത്. ഞങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരിക്കലും വാങ്ങുന്നില്ല. ഞങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്നൊക്കെ ഡോക്യുമെൻറ്റ്സ് മാത്രമേ വാങ്ങുന്നുള്ളൂ. ഈ കള്ള സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും, ഭാഗ്യം ഇല്ലെങ്കിൽ അത് നിങ്ങൾ പൊക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ, കൊച്ചിൻ എയർപോർട്ടിൽ നിന്നൊക്കെ സ്റ്റുഡൻറ്റ് കയറുമ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ട് ചില സമയങ്ങളിൽ. അത് നമുക്ക് എപ്പോഴാണെന്ന് ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാലിക്കറ്റ് എയർപോർട്ടൊന്നും പിന്നെ സീനില്ല. ബട്ട് ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏജൻസികൾ, നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പ്രമുഖരായ കുറച്ച് ഏജൻസികൾ കളർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് സ്റ്റുഡൻസിനെ കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് കേൾക്കുന്നുണ്ട്. നമ്മൾ ഫുള്ളി പക്ക, നമുക്ക് അങ്ങനെ കുറച്ച് സ്റ്റുഡൻസ് നമ്മളെ കോൺടാക്ട് ചെയ്ത് എൻ്റെ വീഡിയോ കൊണ്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഞാൻ അപ്പം തന്നെ പറഞ്ഞു നടക്കാത്ത കേസാണ്, ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, റെഫർ ചെയ്ത് ഞാൻ വേറെ ഏജൻസിയിൽ പോകാൻ പറഞ്ഞത്. ചെയ്യുന്ന ഏജൻസി എനിക്ക് അറിയില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു അവരെ കോൺടാക്ട് ചെയ്തേക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യില്ല, കാരണം നമ്മൾ B2B ചെയ്യുന്നതല്ല, നമ്മൾ ഡയറക്റ്റ് എന്തെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റുള്ള ഏജൻസി വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ B2B അല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ്, നമുക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി കമ്മ്യൂണിക്കേഷനാണ്. സോ നമ്മൾക്ക് ട്രസ്റ്റ് ഉണ്ട് യൂണിവേഴ്സിറ്റിക്ക്. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ ARUയിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ള ഓഫീസർ ടീം ഇന്ത്യയിലുള്ള ARU ഒഫീഷ്യൽസായിട്ട് കണക്ട് ചെയ്യും. ഞാൻ ഇതേപോലെ ഇവിടെ UKയിലുള്ള കേംബ്രിഡ്ജിലോ അല്ലെങ്കിൽ ചെംസ്ഫോർഡിലുള്ള ഇൻ്റർനാഷണൽ ഒഫീഷ്യൽസായിട്ട് ഞാനും സെറ്റാക്കിയിട്ട് ഞാൻ ഫാസ്റ്റ് ആക്കും, പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആക്കും. സോ കള്ള സർട്ടിഫിക്കറ്റ് വെച്ചുള്ള ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. അത് ഇനി ഭാവിയിൽ നടക്കുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. പിന്നെ മാർക്കിങ്ങിൻ്റെ കാര്യമൊക്കെ അറിയാം, അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ കോഴ്സ് അത്യാവശ്യം ബാക്കിയുള്ള കോഴ്സുകൾ കമ്പയർ ചെയ്യണ പോലെയല്ല, അത്യാവശ്യം നല്ല കടുപ്പുള്ളൊരു കോഴ്സാണ്. കൊല്ലം 15-20 ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ ഇതാക്കാം. പക്ഷെ നിങ്ങൾക്ക് നേഴ്സിങ്ങിൽ നിങ്ങൾക്ക് 20 hours നിങ്ങൾക്ക് ലീഗലി ടേം സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നിങ്ങൾക്ക് അതായത് ലീവുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് 40 hours നിങ്ങൾക്ക് ഫുൾ ടൈം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കോഴ്സ് നിങ്ങൾക്ക് കമ്പയറിങ് അതർ കോഴ്സസ് ബാക്കി എല്ലാ കോഴ്സുകൾക്കും എന്ന് പറഞ്ഞാൽ ക്ലാസ് പോയി പഠിക്കണം. പക്ഷെ നിങ്ങൾ നേഴ്സിങ്ങിന് ഒരു 20% ഉള്ളൂ നിങ്ങൾക്ക് തിയറി. അതായത് നിങ്ങൾ ക്ലാസ് ചെന്ന് പഠിക്കേണ്ടത് ആകെ 20%.
ബാക്കി 80% നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഫുള്ളി പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഓരോ പ്ലേസ്മെൻറ്റും നിങ്ങൾക്ക് ഓരോ ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് ഇട്ടുതരും. നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇത്ര മണിക്കൂർ നിങ്ങൾ കവർ ചെയ്യണം. അതായത് അവിടെ നിങ്ങൾക്ക് ഒരു നേഴ്സിനെ അലോട്ട് ചെയ്ത് തരും. ആ നേഴ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ആ നേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു, അതുപോലെ തന്നെ ആ നേഴ്സ് എന്തെല്ലാം ഇതാക്കുന്നു എന്നെല്ലാം നിങ്ങൾ നോക്കി കണ്ട് വേണം ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. സോറി, 80% അതങ്ങനെയാണ് ചെയ്യുന്നത്. 20% നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. വർക്കിന് കാര്യം പറഞ്ഞില്ല, ലീഗലി നിങ്ങൾക്ക് 20 hours നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതായത് ടേം ടൈം അല്ലാത്ത സമയം, ക്ലാസ് അല്ലാത്ത സമയമാകുമ്പോൾ നിങ്ങൾക്ക് 40 hours നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമല്ലോ, നിങ്ങൾ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ പ്ലേസ്മെൻറ്റിന് പോയ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും പ്ലേസ്മെൻറ്റിന് പോയതാണെങ്കിലും ഇല്ലെങ്കിലും UK-ലുള്ള ഏതെങ്കിലും റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരും. നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ. നഴ്സിംഗ് അതാണ്. പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾ പീരീഡ് ഉണ്ടെങ്കിലും പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മക്കളെ സെറ്റ്. മണിക്കൂറിന് എത്ര സാലറി എന്നൊക്കെ അറിയില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഞാൻ തള്ളി മറിക്കണം. പക്ഷേ ഞാൻ ഇപ്പോൾ സാലറിയുടെ കാര്യമൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ എന്തായാലും നെറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപ സാലറി ഉണ്ടെന്നൊക്കെ. നല്ല രീതിയിൽ നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. സോ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും. നിങ്ങളുടെ തേർഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഫെയിൽ ആയില്ലെങ്കിൽ തേർഡ് ഇയറിന് നിങ്ങൾ കോഴ്സ് കഴിയും. നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് NHS രജിസ്റ്റേർഡ് നേഴ്സാകാൻ പറ്റും. രജിസ്റ്റേർഡ് പിൻ നമ്പർ നിങ്ങൾക്ക് കിട്ടും. ഈ പിൻ നമ്പർ യൂസ് ചെയ്ത്, കാരണം ഇവിടെ ഷോർട്ടേജ് ആണ് ഗൈസ്, നേഴ്സുമാർക്ക് നല്ല രീതിയിലും കൂടെ ഷോർട്ടേജ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞ് അപ്പോൾ തന്നെ NHS രജിസ്റ്റേർഡ് പിൻ നമ്പർ കിട്ടും. ആ പിൻ നമ്പർ വെച്ച് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ഇവിടെ കുറേ കെയർ ഹോംസ് ആണെങ്കിലും ചെറിയ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നഴ്സുമാർ ഹയർ ചെയ്യുന്നുണ്ട് സ്പോൺസർഷിപ്പിൽ. 5 കൊല്ലത്തെ സ്പോൺസർഷിപ്പും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ UK പെർമനൻറ്റ് റെസിഡൻറ്റ് സിറ്റിസണാണ്. ഒരു 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് PR കിട്ടും. ഈ PR കഴിഞ്ഞ് 1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സിറ്റിസൺഷിപ്പിന്, അതായത് ബ്രിട്ടീഷ് പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും കേൾക്കണം നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ 3-4 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കേട്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗൈസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. നഴ്സിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രീ ടു കോൺടാക്ട് അസ് ഗൈസ്. ഞങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറ്റും. ഇന്റലക്ട് സ്റ്റഡി അബ്രോഡ് എന്നാണ് പേര്. ഞാൻ ഏജൻസി ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കാം. അതിന് കൂടെ തന്നെ എൻ്റെ ഫോൺ നമ്പറും ഞാൻ മേലെ കൊടുക്കുന്നുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ARU കേംബ്രിഡ്ജിലേക്ക് മാർച്ചിലേക്കോ അക്കോമഡേഷൻസ് നോക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ടു കോൺടാക്ട് മീ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. നമ്മളെ ഏജൻസി നിങ്ങൾക്ക് 100% വിശ്വസിക്കാം ഗൈസ്. ഒരു തട്ടിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ മോർ ദാൻ 100+ സ്റ്റുഡൻസിന് ഞങ്ങൾ സെക്യൂർ ചെയ്തിട്ട് അവരുടെ അവരുടെ ഫ്യൂച്ചർ ഡെസ്റ്റിനേഷൻ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ എൻറോൾമെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി പോരുമ്പോൾ ഞങ്ങളെ സ്റ്റാഫ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ സ്റ്റാഫ് ഞങ്ങൾക്ക് ഇവിടെ ടീമുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ റെഡിയാക്കാനുണ്ടാവും കേട്ടോ. അക്കോമഡേഷന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാത്തിനും വേണ്ടി നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു ഏജൻസി നിങ്ങൾക്ക് ഏജൻസി സ്കോളർഷിപ്പ് തരില്ല. ഞങ്ങൾ ഇന്റലക്ട്സ് നിങ്ങൾക്ക് ഏജൻസി സ്കോളർഷിപ്പ് തരും. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സ്കോളർഷിപ്പും പ്ലസ് അതിന് കൂടെ തന്നെ ഏജൻസി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർഷിപ്പും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടാണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്റലക്ട്സിൻ്റെ വഴി, അത് ഇന്റലക്ട് സ്റ്റുഡൻസിന് നമ്മൾ 1 month അക്കോമഡേഷനോ അല്ലെങ്കിൽ ഒരു ഫ്രീ ലാപ്ടോപ്പ്, അതെന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന സംഭവം കേട്ടോ. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് വേണമെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 month അക്കോമഡേഷൻ മതിയെങ്കിൽ അത് ഞങ്ങൾ ഞങ്ങൾ പേ ചെയ്ത് ഞങ്ങൾക്ക് അക്കോമഡേഷൻ സെറ്റാക്കി തരും. ഇത്രയൊക്കെ ഉള്ള ഒരു ഓഫർ വേറെ ആരെങ്കിലും തരും? അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ നേരം വൈകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാനുവരി ഇൻടേക്കിൽ തിരക്കിലായിരുന്നു. കാരണം സ്റ്റുഡൻസ് വരുന്നു, പാരൻസ് കോൺടാക്ട് ചെയ്യുന്നു, അങ്ങോട്ട് മീറ്റിംഗ് ഇങ്ങോട്ട് മീറ്റിംഗ്, യൂണിവേഴ്സിറ്റി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചടപട എന്ന് ഫുള്ള് തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മാത്രമല്ല മാർച്ച് ഇൻടേക്ക് ആണല്ലോ, മാർച്ചിലേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡിസംബർ ലാസ്റ്റൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാം. കാരണം ഇപ്പോഴാണ് നമുക്ക് ആക്സസ് തുറന്നിട്ടുള്ളത് മാർച്ചിലേക്ക് വേണ്ടിയിട്ട്, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പം നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലാസ്സിലൊന്ന് കയറാൻ പറ്റും. നേഴ്സിംഗ് ആണ്, നല്ല രീതിയിൽ പഠിക്കാനുണ്ടാവും. ക്ലാസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. കാരണം മിക്ക ആൾക്കാരും സെൽഫ് ഫണ്ടിങ് ആയിരിക്കും. ഈ സെൽഫ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് 20 days മെച്യൂരിറ്റി നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചാൽ മാത്രം നമുക്ക് വിസ കിട്ടുള്ളൂ. സോ ഇപ്പം തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. 24 hours ഞങ്ങളെ ടീമിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, രാവിലെ ഫുൾ ആണെങ്കിൽ നാട്ടിലെ നമ്മളെ നാട്ടിലെ ഓഫീസ് ടീമിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, രാത്രി ഫുൾ ആണെങ്കിൽ ഞങ്ങളുടെ UK-ലുള്ള ടീമിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കീപ്പ് ഇൻ ടച്ച് ഗൈസ്. അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇന്റലക്ട്സിനെ കോൺടാക്ട് ചെയ്യുക. ഫുൾ സപ്പോർട്ട് A to Z. നിങ്ങളൊരു കാര്യം അറിയേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും. പിന്നെ നമ്മൾ ഓഫീസ് പറഞ്ഞല്ലോ, നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് പേയ്മെൻറ്റ് തരുന്നില്ല, നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് തരുന്നത്.
സോ ചെക്കൗട്ട് ഗൈസ്. ഞാൻ ഇന്റലക്ട് സ്റ്റഡി അബ്രോഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫോൺ നമ്പറും അതുപോലെ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ഡൗട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ജനുവരി 2025 ഇൻടേക്കിലേക്ക് നഴ്സിംഗ് ARU ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വേറെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും ഇൻറ്റലക്സിനെ കോൺടാക്ട് ചെയ്യുക, റെപ്രസെൻറ്റേറ്റീവ് എന്നെ കോൺടാക്ട് ചെയ്യുക. കീപ്പ് ഇൻ ടച്ച് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം, എപ്പോഴാണെന്ന് അറിയില്ല. അപ്പോൾ അത്ര തന്നെയുള്ളൂ. സ്റ്റേ ട്യൂൺഡ്. സീ യു ഗൈസ്. ബൈ.